ഞാൻ വേണം പറ്റേ മുകേഷിട്ടാ. പൂരി മസാല. മസാല അല്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാ. സാധാരണ മുകേഷിട്ട് ഒറ്റയടിക്ക് ചോദിക്കുവാണെങ്കിൽ പരിപ്പ് കറിയാണോ എന്ന് ചോദിക്കരുത്. പക്ഷെ അതല്ല, എന്താന്നറിയോ, പരിപ്പ് കറി. ദാൽ തടുക്ക കഴിക്കുന്ന മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുവാ എന്നെ പറ്റി കഥ പറയാന്ന് പറഞ്ഞേ? അല്ല, കഥ എന്ന് പറഞ്ഞാ എനിക്ക് അതിന്റെ ഫുൾ കഥ അറിഞ്ഞൂടാ. എനിക്കൊന്ന് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സിദ്ദിഖ് ലാൽ ഷോ ഉണ്ടായിരുന്നു. സിദ്ദിഖ് ലാൽ, മമ്മൂക്ക, നെടുമുടി വേണു, ആനി, ജഗദീഷ്, കൊച്ചിൻ അനീഫ, സുകുമാരി ചേച്ചി, വാണി വിശ്വനാഥ്, എല്ലാരും ഉണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ കുറെ എല്ലാം ഗംഭീരമായ പരിപാടികളായിരുന്നു, സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടെ, ഞാനും ശ്രീനിവാസനും ആനിയും കൂടെ ഒരു പാരലൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. എന്റെ ലൈഫിൽ ഇത്രയും ഹിലേറിയസ് ആയിട്ട്, അതായത് ആൾക്കാര് ഇത്രയും പൊട്ടിച്ചിരിക്കുന്ന ഒരു സ്കിറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മള് ഒരു വിസ പരിപാടി പ്രോബ്ലം വന്നു. അപ്പം വിസ പ്രോബ്ലം വന്നിട്ട് കൂടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് തിരിച്ചു വരണം. അപ്പൊ ആനിയും, ആനിയുടെ അങ്കിളാണോ അച്ഛനാണോ, അച്ഛൻ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് തിരിച്ചു വരണം. പെട്ടെന്ന് ഞങ്ങള് അതുവരെ ആനിയാണ് ഹീറോയിൻ. പിന്നെ ആനിക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ആനി പെട്ടെന്നൊരു ഒരു എന്താ പറയുക, വെള്ളിടി പോലൊരു ന്യൂസ് വരികയാണ്. ആനി വരുന്നില്ല, ആനി കല്യാണം കഴിച്ചു ഷാജി കൈലാസനെ. അതുകൊണ്ട് അപ്പൊ ആനിയുടെ ഭാഗത്തുള്ളൊരു ശരി പറഞ്ഞാൽ ഞാൻ ഇനി തിരിച്ചു വരും എന്നുള്ള ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാരും കൂടെ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇനിയും 3-4 പ്രോഗ്രാം ഉണ്ട്, എന്ത് ചെയ്യണം, ആനിയുടെ റോൾ ആനിക്കല്ലേ ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെ ഭയങ്കര ടെൻഷനായി. ആനി ആർക്കും ഫോൺ കിട്ടുന്നില്ല, ആനിയുടെ വീട്ടിൽ ചെന്നിട്ട് കാണുന്നില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ മമ്മൂക്കയും ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പൊ ആനി ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അപ്പൊ വരാതിരിക്കത്തില്ല. അപ്പൊ ആരോ പറഞ്ഞു ആനി വരത്തില്ല. അപ്പൊ ആനിക്ക് പകരം ആരെങ്കിലും കണ്ടുപിടി, വന്നിട്ട് നമുക്ക് 1 ദിവസം 2 ദിവസം കൊണ്ട് റിഹേഴ്സൽ കൊടുത്ത് നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആരാണെന്ന് പറഞ്ഞിട്ട് അവസാനം ആനിക്ക് പകരം ഇവിടുന്ന് ആരോ കയറ്റിവിട്ടു. അപ്പൊ ഞാനും ശ്രീനിയാട്ടനും ശ്രീനിവാസനും കൂടെ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ പോയിട്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടി അവിടുന്ന് തന്നെ കാറിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. കാറിൽ നിന്നിട്ട് ഈ പാരൽ കോളേജിന്റെ കാര്യങ്ങളൊക്കെ പറയാം, അതിന്റെ ഡയലോഗ് ഇതൊക്കെയാണ്, ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം, കുറച്ച് ധൈര്യം കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് നടന്നു വരുന്നു. അപ്പോൾ ഇതാണ് ആനിക്ക് പകരം. ഞാൻ പറഞ്ഞു, ആനിക്ക് പകരല്ല, ആനിക്ക് പകരാര്, ഇതാണ് ഒരാളെ ഉള്ളു, ആനിക്ക് പകരം ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ശ്രീനിവാസനോട് നോക്കിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ കാറിൽ കയറി. അപ്പം പിന്നെ ഡെഡ് സൈലൻസ് ആണ്, കാറിലൊന്നും ഒരു സംസാരം. എനിക്ക് പകരം വന്ന ആളിനെ ഞങ്ങൾ ബാക്കിൽ കയറ്റി, ഞാൻ ഫ്രണ്ടിലും ശ്രീനിവാസൻ സൈഡിലും ഇരുന്നിട്ട് ഹോട്ടലിൽ വന്നു, ലണ്ടൻ ക്രൗൺ ഹോട്ടലിൽ വന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ ഓടിച്ചെന്നിട്ട് വന്നിട്ടുണ്ട്. ആരാ ആനിയുടെ ഭാഗം കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പൊ കയറി വരും, മമ്മൂക്കയും കൂടെ ചേർന്നിട്ടൊക്കെ ഒന്ന് പഠിപ്പിക്കണം. നീ ആരൊക്കെ കാണാൻ പോകുന്ന പരിവില്ല, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. എന്തായാലും ഗംഭീരമായിരിക്കും, നല്ല ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും ഒന്ന് ഞെട്ടും ആ തരത്തില്. അപ്പൊ അബുദാബിയിലാണ് അടുത്ത പ്രോഗ്രാം. അപ്പൊ അബുദാബിക്കാരൊന്നും ജീവിതത്തിൽ മറക്കത്തില്ല. ആനി പോയത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഥ തുറന്നു കയറി വരുന്നു. അതിന്റെ ഇടയിൽ കൂടെ വന്ന ആളുടെ ഇടയിൽ കൂടെ ആനിയുടെ വന്ന ആളിനെ നോക്കുക മമ്മൂക്ക. ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഓടാ. ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഭീമൻ രഘുവാണ് ആനിക്ക് പകരം കയറ്റി വിട്ടത്. അപ്പൊ അവിടുന്ന് ആൾക്കാർ പറയുന്നത്, പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കിട്ടുമോ? പിന്നെ ഭീമൻ രഘു ആണെങ്കിൽ വിസയുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ തയ്യാറാണ്. മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്, ഭീമൻ രഘു? ഞാൻ പറഞ്ഞു, ഭീമൻ രഘു അല്ലാതെ വേറെ ആരും ഇല്ല. പക്ഷെ മമ്മൂക്ക, ഞാൻ ഈ കാറിലിരുന്നൊക്കെ ഞാനിങ്ങനെ സൈഡ് നോക്കുമ്പോൾ ചില ഭാഗങ്ങൾ ആനിയുടെ കണക്കുണ്ട്. ഇതുപോലെ മമ്മൂക്ക് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇതിനെക്കാട്ടി അടിച്ചെന്നെ അടിച്ച് റെഡിയാക്കി കളയുന്നു. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങള് എനിക്കൊന്ന് ആ റോള് പിന്നെ വേറെ വാണി വിശ്വാസോ അല്ലെങ്കിൽ അത് സീതയൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയോ, പ്രിയാരാമനുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുൾ സെറ്റിലായി. ഒരു അവിസ്മരണീയമായി ഒരിക്കലും മറക്കാൻ പറ്റാത്ത
ഒരു ഫിഗർ ആയിപ്പോയി. അല്ല, മുകേഷിന്റെ വലിയ കാര്യത്തില് കാറിലിരുന്ന് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു പോയതാ. ഡെഡ് സൈലന്റ്, ഒരനക്കമില്ല. ഇനിയിപ്പം ഒരു പൂരി സോറി, മുകേഷിന്റെ അടുത്ത് വർത്താനം പറഞ്ഞില്ലേ ഇങ്ങനെയാ. ഒട്ടും നമുക്ക് എന്നാന്നറിയോ, വിശേഷം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. മുകേഷ് ഇതും ഉണ്ടാക്കിയതാണ്. ഇതൊരു ചീസ് കോൺ ബോൾസ് ആണ്. മുകേഷിന് സാലഡ് ഇഷ്ടമാണെങ്കിൽ സാലഡ് ഞാൻ കഴിച്ചോളാം. താങ്ക് യു. അപ്പം സാധാരണഗതിയില് ഇങ്ങനെയുള്ള കുക്കറി ഷോ, ഇതിപ്പോ അങ്ങനെ ഒരു കുക്കറി ഷോ എന്ന് പറയാനൊക്കത്തില്ല, നമ്മൾ ചാറ്റാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി എന്താ ചെയ്യാൻ പോകുന്നു. അയ്യോ, അത് നമുക്ക് നല്ലപോലെ അറിയാം. ഇനി ഞാനൊരു ഓർമ്മ പറയാം. അത് ആനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആനി പറയണ ആരാണ്. നമ്മളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്ടറുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ ഡയറക്ടറുടെ പേരും പറയുന്നില്ല. ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ടിങ്ങാണ്. അപ്പം സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡയറക്ടർ സൈഡിൽ നിന്നിട്ട് ഈ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗ് പുള്ളി പറയും, ഇതൂടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്, ഭയങ്കര ഊർജ്ജസ്വലനായിട്ടുള്ള ഡയറക്ടർ. ഒരു ദിവസം ഡയറക്ടർ എൻ്റെ മുറിയിൽ വന്നു. അപ്പം നമ്മൾ താമസിക്കുന്നില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, ഭയങ്കര ദുഃഖം, അതെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താണ്? അതിങ്ങനെ നമ്മുടെ പ്രധാന വേഷം അഭിനയിക്കുന്ന ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ആ നടിയുടെ ഏറ്റവും അടുത്തൊരു ബന്ധു മരിച്ചുപോയി, പോയേ പറ്റൂ. അപ്പം അവരില്ലാതെ മുകേഷ്, നാളെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ സീൻസിലും നിങ്ങൾ രണ്ടുപേരും കോമ്പിനേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ചെയ്യണം, ഉച്ച കഴിഞ്ഞിട്ട് അവരില്ലാത്ത ഒരു ഭാഗം മുകേഷിൻ്റെ ഒരെണ്ണം എടുക്കാം. ഉച്ച വരെ നമ്മൾ ടോട്ടലി വേറെ ആൾക്കാരെ പിടിക്കുകയാണ്. പക്ഷെ അത് നമ്മുടെ എല്ലാം അപ്സെറ്റാവും. പക്ഷെ പോകാതിരിക്കാൻ പറ്റത്തില്ല. കുട്ടി സങ്കടത്തിൽ വന്ന് പറഞ്ഞു, വളരെ അടുത്ത ബന്ധമാണ്, പോയേ പറ്റത്തുള്ളൂ. ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണെങ്കിലും ഞങ്ങൾ കുറച്ച് അടുത്ത് ജീവിച്ച ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദുഃഖമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഇത് പോയിട്ട് എത്രയും പെട്ടെന്ന് വരണം. അങ്ങനെ പോയി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. അതെ, രാവിലെയൊക്കെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ പറഞ്ഞു, റെസ്റ്റ് എടുക്കണം, കാര്യം കുറേ ദിവസമായി രാത്രിയും പകലും ഒക്കെ. ഓക്കെ, ആ കുട്ടി അങ്ങനെ വിട്ടത് നന്നായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോട്ടലിലിരിക്കുക. ഒരു 11 മണി, രാവിലെ 11 മണിയായപ്പോഴത്തേക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ല. എൻ്റെ റൂമിലൊരു ഫോൺ വന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡേയ് നീ തിരുവനന്തപുരത്തുണ്ടാ? ഞാൻ പറഞ്ഞില്ല, ഞാൻ എറണാകുളത്താ. നീ ഇന്ന പടത്തിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്? അതെ. പിന്നെ നീ എറണാകുളത്ത് നിന്ന് എന്താ ഇവിടെ തിരുവനന്തപുരത്ത് വരണ്ടേ? ഞാൻ തിരുവനന്തപുരത്തല്ല ഷൂട്ടിങ്. അതല്ല, നിന്റെ കൂടെ അഭിനയിക്കുന്ന ആളുതാ ഇവിടെ ഒരു ഉദ്ഘാടനത്തിന്. ഞാൻ പറഞ്ഞു, ഉദ്ഘാടനത്തിനല്ലേ? അവരൊരു മരണത്തിന്. നീ പോടാ എൻ്റെ പാട്ടിന് ഉദ്ഘാടനം. അപ്പൊ ഒരു കാറിനകത്ത് എന്തോ അനൗൺസ്മെന്റ്. അപ്പൊ അനൗൺസ്മെന്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഒന്ന് സൈലൻസ് നിന്നോണ്ടേ, ഈ അനൗൺസ്മെന്റ് ഒന്ന് കേക്ക്. ആ കടയുടെ അടുത്ത് നിൽക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും വരുന്നതെന്ന്. അപ്പൊ ഞാൻ അനൗൺസ് ചെയ്തിരിക്കുമ്പോൾ, സുപ്രസിദ്ധ നായിക നടി, മലയാളത്തിന്റെ രോമാഞ്ചം, നമ്മുടെ കണ്ണിലുണ്ണി, നമ്മൾ ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന ചന്തമുള്ള ചന്തറാണി ആനി ഉദ്ഘാടനം ചെയ്യുന്നു. ഓർമ്മയുണ്ടോ? മരണമെല്ലാം. അപ്പൊ ഞാൻ ബാലുഗിരി എന്നാണ്, കല്യാൺജി ആനന്ദ്. ഞാൻ പറഞ്ഞ് മരണമൊക്കെ അറ്റൻഡ് ചെയ്ത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വരട്ടെ, ആനിയുടെ അടുത്ത് ചോദിക്കുമെന്നൊക്കെ പറയുന്നത്. ബാലു, അതാണ് ബാലുവിൻ്റെ ഒരു ഡയറക്ടർ സ്മാർട്ട്നെസ്. എൻ്റെ അടുത്ത് പറയുക, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഒരു കാര്യമുണ്ട്, കളിയാക്കരുത്, നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, ഇനി കളിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇട്ടിട്ട് പോകും, അതുകൊണ്ട് മറിയടിക്കും, നമ്മൾ വിചാരിക്കുന്ന കണക്ക് സീൻ വെക്കത്തില്ല, അതങ്ങനെ നിൽക്കട്ടെ.